അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? രാവിലെ നമ്മുടെ ഇനുചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബേബീസിനെ കാണാനായിട്ട്. നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള സൺഗ്ലാസ് ഒക്കെ കൊണ്ടാ വന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ ഹെച്ചുമേനെ കാണാനായിട്ട്? ഗ്ലാസ് ഒക്കെ വെച്ചപ്പോ ഒരു പരിഷ്കാരിയായി പോയി നമ്മുടെ കൊച്ചു. അപ്പന്റെ വക മാനിക്യൂറും പെഡിക്യൂറും ആയിരുന്നു ബേബീസ്. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കൊരു പാസ്തയാണ്. സംഭവം കാണാൻ നല്ല കിടിലൻ ലുക്ക് ഒക്കെ ആയിരുന്നു. കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മുടെ മിജു തന്നെ പറയും. എനിക്കിങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കല് ഇത്തിരി കൂടുതലാണ്. ശരിക്കും പറഞ്ഞ ഒരു പരീക്ഷണം. ഇന്നലത്തെ പോലൊക്കെ മട്ടൻ ബിരിയാണി കഞ്ഞി ശരിക്കും പറഞ്ഞ ഒരു വെറൈറ്റി അല്ലേ? ജോന് ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടാ പിന്നെ ഞാൻ കഴിക്കാൻ നിന്നുള്ളൂ. നോക്കിയപ്പോ കിടിലൻ ഒരു രക്ഷയില്ല. അപ്പൊ പിന്നെ അതിന്റെ കൂടെ ഒരു ഐസ്ക്രീമും കൂടി കഴിക്കാന്ന് വിചാരിച്ചു. ഒരെണ്ണാകെ കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മിജുവിനോട് ചോദിക്കാൻ നിന്നു. ചോദിച്ചിട്ട് എങ്ങാനും തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമാവില്ലേ എനിക്ക്? അപ്പൊ പിന്നെ ആ സിറ്റുവേഷൻ അങ്ങോട്ട് ഒഴിവാക്കി. ഞാൻ ആലോചിക്കായിരുന്നു ഈ ഇടയായിട്ട് എന്തോ ഒരു ഷുഗറാ ഞാൻ കഴിക്കണേ. പിന്നെ ഇന്നത്തെ ലഞ്ചിന് നമ്മുടെ ഇന്നലത്തെ മട്ടൻ ബിരിയാണി കഞ്ഞിയാണ്. എന്താ ചെയ്യാ, ഞാൻ തന്നെ ഇതൊക്കെ കഴിച്ചു തീർക്കണ്ടേ? കാരണം ഞാൻ ചെയ്ത പരീക്ഷണങ്ങളല്ലേ. അതെ, ഒരു കാര്യമുണ്ട്, നാളെ തൊട്ട് നമ്മുടെ ലോങ് വീഡിയോസ് യൂട്യൂബിൽ വരാൻ പോകാട്ടോ. ആദ്യമായിട്ട് ലോങ് വീഡിയോസ് ചെയ്യണോണ്ട് അതിന്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പൊട്ടറ്റോസിനെ കൊണ്ട് പുറത്തു പോവാണ്. വേറെ ഒന്നിനല്ല, ഫുഡിങ്ങിനാണ്. ഈ ഡ്രസ്സ് ഞാൻ സ്റ്റൈൽത്തി എന്ന് പറഞ്ഞ ഒരു ഡിസൈനർ ഷോപ്പിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തതാട്ടോ. മാച്ചി ആയിട്ട് ഹെച്ച്മി ഉണ്ട് എന്റെ കൂടെ. സൈസ് ഇത്തിരി വലുതായതുകൊണ്ട് ഹെച്ച്മിക്ക് വേറെ ഡ്രസ്സാണ് ഇട്ടത്. ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത് സ്ഥിരം പ്ലേസ് ആയിട്ടുള്ള നാന്തോസ് തന്നെയാണ്. ബേബീസിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇറക്കിയാലല്ലേ അവർക്ക് ഒരു വൈബ് ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞു കൊടുക്കണ്ടേ ഹെച്ച്മ. പിന്നെ ഇത്രയുള്ളൂ. ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം. See you then.